क्या पता हमने है कहानियां हैं कहानी में हम How did you get into theology community? അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. കാരണം ഞാൻ ഒരിക്കലും നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ് അല്ലായിരുന്നു ഞാനിപ്പം വന്ന് പെട്ടത്. ഐ വാസ് ടോട്ടലി അഗൈൻസ്റ്റ് ടു ബി ആൻ അച്ഛൻ. അപ്പം എനിക്ക് എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിൽ എനിക്ക് അച്ഛന്മാരോടൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. അച്ഛന്മാരോടൊക്കെ ദേഷ്യം മീൻസ് റെബല്ലിയസ്, ഒരു പലതിനെയും ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള. പക്ഷെ എൻ്റെ മമ്മിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞാനിങ്ങനെ ഒരു അച്ഛനാകണം. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആക്ച്വലി ഞാൻ പ്രീ ഡിഗ്രി 4th ഗ്രൂപ്പ്, അതായത് കൊമേഴ്സ്. ഇപ്പം പ്രീ ഡിഗ്രി ഞാൻ 4th ഗ്രൂപ്പാണ് എടുത്തത്. 4th ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. മർത്തോമ കോളേജിലായിരുന്നു. അന്ന് അവിടെ ബി കോം ഇല്ല. അപ്പോൾ എനിക്ക് BA എക്കണോമിക്സിന് ഞാൻ ജസ്റ്റ് കൊടുത്തു. അപ്പോൾ കുറച്ച് ദൂരെ ഒരു കോളേജാണ് തുരുത്തിക്കാട് കോളേജ്. അവിടെ ബി കോം ഉണ്ട്, കല്ലുപ്പാറ. പക്ഷെ അത് ഇച്ചിരി ദൂരമാണ്, അതുകൊണ്ട് അവിടെ പോകാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ BA എക്കണോമിക്സ് വന്നപ്പം മമ്മി പറഞ്ഞു, മോനെ നീ അച്ഛനാകാൻ വേണ്ടി അത് ദൈവം അതുകൊണ്ടാണ് സാധാരണ സെമിനാരിൽ പോകുന്നവരൊക്കെ BA കഴിഞ്ഞൊക്കെ പോവുക. മമ്മി പറഞ്ഞു അതിന് പോകണം, അതിനാണ് വന്നു പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കാരണവശാലും പോകാതിരിക്കാൻ വേണ്ടി ഞാനിതിൻ്റെ തന്നെ ഇപ്പം 4th ഗ്രൂപ്പാണ്, കൊമേഴ്സാണ്, കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പോയി ബി കോം എടുത്തു. ഞാൻ ബി കോം എടുത്ത് ഞാനൊരു 3 years 3 yearsനടുത്ത് ഞാൻ പോയി വർക്ക് ചെയ്തു. തിരുവല്ലയിലെ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്തു. അത് ഈ ഡൽഹി UP നോയിഡയിൽ അവിടെ പോയി NDPCയിൽ ടെമ്പററി ആയിട്ട് ഞാൻ കയറി. പക്ഷേ NDPCയിലെ അവിടുത്തെ ജോലി സമയത്ത് അത് ടോട്ടലി എൻ്റെ ഒരു അമ്മാച്ചൻ്റെ മരണം, എൻ്റെ അങ്കിൾ, ഹി ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 42. അതെന്നെ ഒത്തിരി മനസ്സിനെ ചിന്തിപ്പിച്ച് തീരുമാനമെടുക്കാൻ സഹായിച്ചൊരു സംഭവമാണ്. കാരണം ആ സമയത്ത് ഞാൻ 92 ആ ടൈമിൽ ജോണ്ടിസ് ആയിട്ടാണ് അമ്മാച്ചന് തുടങ്ങുന്നത് അസുഖം. അതിങ്ങനെ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ്, ഇന്ത്യയിലെ ഫേമസ് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആയിരിക്കുന്ന മാത്യു ഫിലിപ്പ്, അദ്ദേഹമാണ് അമ്മാച്ചനെ നോക്കിയത്. അപ്പോൾ വളരെ റെയറായിട്ട് വരുന്ന ഒരു മഞ്ഞപ്പിത്തം. അപ്പോൾ അത് ലക്ഷത്തിലൊരാൾക്കാണ്, ഔട്ട് ഓഫ് 1 lakh 1 person വരുന്നത്. ആ അസുഖം വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വളരെ സുന്ദരനായ മനുഷ്യൻ, നല്ല ഫെയർ, അദ്ദേഹം ഒരുപാട് പണം സമ്പാദിച്ചു. അദ്ദേഹത്തിൻ്റെ പണം നഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു, ഹെൽത്ത് നഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടു. ജീവിതത്തിൽ ഇതൊന്നും അല്ല. ഇപ്പോൾ നമ്മൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു MBAക്ക് പോകണം. എനിക്കൊരു വിസയൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ഗൾഫിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ അമ്മാച്ചൻ്റെ ഒരു മരണം എന്നെ ഒരു U-turn എടുക്കാൻ പ്രേരിപ്പിച്ചു. ജീവിതത്തിനൊരു മീനിങ് ഉണ്ടെന്ന്. ഞാനൊരു 23-24 years ആ സമയത്താണ്. അപ്പം ജീവിതം ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ടതാണ്. ഏത് സമയത്തും നമുക്ക് അസുഖങ്ങൾ വരാം, പക്ഷെങ്കിൽ വേദനയോടെ ഇരിക്കുന്ന ആളുകളെ ആശ്വസിപ്പിക്കാനും ജീവിതം ദൈവത്തോട് ചേർന്നാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നും ഉള്ള ഒരു തീരുമാനം എടുക്കാനിടയായിരുന്നു. ആ ഹോസ്പിറ്റലിലെ അറ്റ്മോസ്ഫിയർ എന്നെ ചിന്തിപ്പിച്ചു. ഈ ആരോഗ്യ സമയം നശിക്കാം, സൗന്ദര്യം നശിക്കാം, പണം നഷ്ടപ്പെടാം. അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, വെരി സ്പെഷ്യസ് എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു. ഈ ബോഡിക്കുള്ളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആത്മാവുണ്ട്, അത് ദൈവത്തിൻ്റെതാണ്. അതിങ്ങനെ ദൈവവുമായിട്ട് ഇങ്ങനെ ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. ഒരു നാളത് പറന്നു പോകും ദൈവസന്നിധിയിലേക്ക്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിച്ചു. അവിടെ ഐ ഹാഡ് ആൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അതാണ് എന്നെ ടോട്ടൽ ചേഞ്ച് ചെയ്തത്. ലൈഫിനൊരു ഷോർട്ട് പീരീഡാണ് ലൈഫ്. ആ ലൈഫിൽ നമ്മൾ മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആയിട്ട് നമ്മൾ തീരണം. നമ്മുടെ ഇടപെടൽ കൂടുതൽ പലരെയും കൊണ്ട് എല്ലാവരും ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകണമെന്നാണ്, പാർട്ട് ടൈം ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ അൾട്ടിമേറ്റ് നമ്മൾ ദൈവവുമായിട്ടുള്ള നമ്മളുടെ ഒരു ബന്ധം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവ്. റോസിൽ വാക്യമുണ്ട്, ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും
തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അതെന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്ത വാക്യമാണ്. ലോകം മുഴുവൻ നേടാൻ വെക്കും അല്ലേ? അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലോകം മുഴുവൻ നേടി. അവസാനം അദ്ദേഹം പറഞ്ഞാൽ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇതിനുവേണ്ടി നമ്മൾ ഓടുന്നത്. അപ്പം നമ്മളുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുക, ഒരു ലൈഫ് തിരഞ്ഞെടുക്കുക. അത് ദൈവത്തോട് ചേർന്ന് മാത്രമേ പറ്റുള്ളൂ. പണം സമ്പാദിക്കുന്നവരുണ്ട്, ഒരുപാട് സൗന്ദര്യമുള്ളവർ, ഫിലിം സ്റ്റാർസ് എല്ലാം നേടിക്കഴിഞ്ഞ് പോയി സൂയിസൈഡ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ലൈഫിനെ പറ്റി ശരിയായിട്ട് മനസ്സിലായില്ല. അതുകൊണ്ടാണ്. എല്ലാം ഉള്ളവരാ, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, എല്ലാം ഉണ്ട്. ചെറുപ്പത്തില് അച്ഛനോടാണോ അമ്മയോടാണോ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട്? ആക്ച്വലി അതൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ മമ്മിയോടായിരുന്നു. കാരണം പപ്പ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പം മിലിറ്ററി ആയിരുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും സ്ട്രിക്റ്റ് ആയിരുന്നു. പപ്പായ അവധിക്കൊക്കെ വരും. ഞങ്ങളും പപ്പായോടെ ആയിരുന്നു, വെളിയിലായിരുന്നു. പക്ഷേ പിന്നീട് എന്നെയും എൻ്റെ മൂത്ത സിസ്റ്റർ ഞങ്ങൾ പപ്പായോടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ പിന്നെ നാട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പിന്നെ എഡ്യൂക്കേഷനിലെ നാട്ടിലാണ്. പപ്പ ഇങ്ങനെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ബിഫോർ ടൈം അവിടെ എത്തണം. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് മുമ്പെങ്കിലും എത്തിയിരിക്കണം. ബാക്കി നിർബന്ധം രാവിലെ എഴുന്നേൽക്കണം, രാവിലെ എഴുന്നേറ്റ് പഠിക്കണം. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ 4:30 അറിയാതെ എഴുന്നേറ്റ് പോകും. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളാരും എഴുന്നേൽക്കത്തില്ല, അവരെ ഞാനാണ് വിളിക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ട്. പക്ഷെ എന്നെ ആ ഒരു ഡിസിപ്ലിൻ ലൈഫിലാണ് വളർത്തിയത്. പക്ഷെ ഞാൻ നേരത്തെ കിടക്കാൻ പോകും, ഒരു 10-10:30 ആകുമ്പോൾ ഞാൻ കിടക്കും. പക്ഷേ നേരത്തെ എഴുന്നേൽക്കും. അതുകൊണ്ട് ഞാൻ പഠിക്കാനൊക്കെ പോയ സമയത്ത് ഹോസ്റ്റലിലൊക്കെ കൂട്ടുകാർ രാവിലെ എഴുന്നേൽക്കേണ്ടവരൊക്കെ എന്നെ ഏൽപ്പിക്കും, ഒന്ന് വിളിക്കണേ എവിടെയെങ്കിലും പോകണമെങ്കിൽ. എനിക്ക് 2 മണി വരെ ഇരുന്ന് പഠിക്കാനൊക്കത്തില്ല, എനിക്ക് സാധിക്കത്തില്ല. രാവിലേക്ക് ഇവിടെ ശുഭയൊക്കെ 2 മണി വരെ ഇരിക്കും. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ 2 മണി മുതൽ ഇരിക്കും പഠിക്കുന്നതാണ്. എനിക്ക് ഒക്കത്തില്ല. പക്ഷെ എനിക്ക് വെളുപ്പിന് എപ്പോൾ വേണമെങ്കിലും എഴുന്നേക്കാം, അറിയാതെ ഞാൻ എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് നോട്ട്സൊക്കെ ഹോസ്റ്റലിലൊക്കെ ആളുകൾ അപ്പം അവർ വെളുപ്പിനെ എനിക്ക് വേണ്ടിയ നോട്ട്സ് ഡോറിനകത്ത് കൂടെ വലിയ വെളിയിലിട്ടിട്ട് പോകും. കാരണം അവർ രാവിലെ 2 മണി വരെ ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും. ഞാൻ രാവിലെ കഥ തുറക്കുമ്പോൾ നോട്ട്സോടെ കാണാം. ലൈഫിന്റെ പല സ്റ്റേജസിലല്ലേ, പല ഫേസസിൽ when you observe your parents as a kid, as a youth, I mean as a married adult, and right now maybe having your own kids, and how has your perception about your parents changed, and how do you view them now? So, especially because you're in this profession, you're not able to stay with your parents. Is there something that you think that you could have done better, or you should be able to do it after you maybe retire from this? Because they are right now in their 80s and are old and probably still managing things alone. Do you feel that you, because of this profession, you missed out staying with them or doing things for them? വേദത്തിലൊരു വാക്യമുണ്ട്, എൻ്റെ നിമിത്തം സ്വന്തം ഭവനമോ മാതാപിതാക്കളെയോ സഹോദരങ്ങളോ വിട്ട് പോകുന്നവർക്ക് ഈ ലോകത്തിൽ തന്നെ അനേക മാതാപിതാക്കളെയും സഹോദരങ്ങളെ ലഭിക്കും. കഥാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ സഹോദരങ്ങളായിട്ടാണ് നിങ്ങളെ കാണുന്നത്, എൻ്റെ സിബിലിങ്സിൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നത്. എൻ്റെ പേരൻസിൻ്റെ സ്ഥാനത്ത് എനിക്ക് ഒരുപാട് പേരൻസിനെ കിട്ടുന്നുണ്ട്. സെയിം ടൈം ദൈവം ആർക്കും കടക്കാരനായിരിക്കും ദൈവമല്ല. എൻ്റെ പേരൻസിനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ദൈവം അവിടെ ആളുകളെ ഒരുക്കുന്നുണ്ട്. ഇതൊരു ജേർണി ഓഫ് ഫെയ്ത്താണ്. സോ വി ആർ എക്സ്പീരിയൻസിങ് അത്, നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളത് അനുഭവിക്കുന്നുണ്ട്. വി ആർ എക്സ്പീരിയൻസിങ് ദാറ്റ് റിയാലിറ്റി. ഞങ്ങൾ ഇപ്പോൾ എൻ്റെ അവിടെ ഇരിക്കുന്ന വികാരി അച്ഛൻ ചെന്ന് പപ്പായെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അസുഖമായി അസുഖം വന്ന സമയത്ത്. ഞാൻ പറഞ്ഞിട്ടല്ല, അച്ഛൻ ആ സമയത്ത് അവിടെ ചെല്ലുക, പപ്പായ്ക്ക് പെട്ടെന്ന് അച്ഛൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ആരെങ്കിലുമൊക്കെ ദൈവം ഒരുക്കുന്നുണ്ട്. ഇതൊരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഫെയ്ത്താണ്. നമുക്കത് പേപ്പറിൽ ഇങ്ങനെ വരച്ച് കാണിക്കാനൊക്കെ ഒത്തില്ല, ഇങ്ങനെയാണുള്ളത്. ഇത് ത്രൂ ഫെയ്ത്ത് വി ആർ എക്സ്പീരിയൻസിങ് ദാറ്റ്. Sometimes, I mean, during difficult times, sure, the faith it has been very strong, but have you ever felt during some challenging times faith being shaken, you questioning yourself? Yes, ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ പപ്പ നാട്ടിൽ വന്നതിന് ശേഷം ബിസിനസ് ചെയ്യുമായിരുന്നു.
ബിസിനസ് ഇൻ ദ സെൻസ് പപ്പ ഒരു നേഴ്സാണ്. ആ കാലഘട്ടത്തിൽ ഈ മെയിൽ നേഴ്സസ് ഇല്ല. അടുത്ത കാലത്ത് ഈ മെയിൽ നേഴ്സൊക്കെ ഒരുപാട് പോകുന്നു. പപ്പ AMCയിലായിരുന്നു, ആർമി മെഡിക്കൽ കോർ. അത് കഴിഞ്ഞിട്ട് പപ്പയുടെ ആ സർവീസ് പീരീഡ് 25 ഇയേഴ്സിൻ്റെ പീരീഡ് കഴിഞ്ഞിട്ട് പപ്പ ഇറാഖിൽ പോയി ഒരു യൂറോപ്യൻ അവരുടെ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞ് കുവൈറ്റിലോട്ട് പോകാനുള്ള ചാൻസ് ഒക്കെ വന്ന സമയത്ത് അപ്പോൾ നാട്ടിൽ വന്നു. അപ്പോൾ കുറച്ച് പൈസയൊക്കെ അന്നേരം ഏൺ ചെയ്തു. അതുകൊണ്ട് വന്ന് ബിസിനസ്സൊക്കെ നടത്തുന്നു. അവിടെ ഒരു അതിനകത്ത് കുറച്ച് ഫെയിലറൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പപ്പയുടെ കൂടെ വർക്ക് ചെയ്ത ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ അനന്തരാമൻ. അദ്ദേഹം ഒരു ബ്രാഹ്മിനാണ്, പാലക്കാട് പട്ടർമാരാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നാട്ടിൽ ഈ 15 ബെഡിൻ്റെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ അവതരണം ചെയ്യാൻ നല്ലതായിട്ട് പോയി. ഞങ്ങളുടെ ഒരു ക്ലിനിക്കിൻ്റെ പേര് സേവന ക്ലിനിക്ക് എന്നാണ് കേട്ടോ. ഒരു 3 ഇടത്തായിട്ട് ക്ലിനിക്ക്, ഒരിടത്ത് ലാബോറട്ടറി, പിന്നെ പപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഈ മാവേലി സ്റ്റോർ, റേഷൻ സ്റ്റോർ, അത് പപ്പ നടത്തുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നല്ലതായിട്ട് പോവുകയാണ്. ഞാനിങ്ങനെ പഠിക്കാൻ പോയ സമയത്ത് സെക്കൻഡ് ഇയർ ആകുമ്പോൾ പപ്പായ്ക്ക് ഭയങ്കരമായ, അത് കഴിഞ്ഞ് ഡോക്ടറൊക്കെ അങ്ങ് പോയി, വേറെ ഡോക്ടേഴ്സൊക്കെ വന്നു, പല ഡോക്ടേഴ്സ് ഇങ്ങനെ മാറി വരുന്നു. ഒരു 10-12 സ്റ്റാഫുണ്ട്, നേഴ്സസും ഈ ലാബ് ടെക്നീഷ്യൻ അങ്ങനെയുള്ളവരെല്ലാമായിട്ട്. ഞാൻ സെമിനാരി പഠിക്കാൻ പോയ സമയത്ത് സെക്കൻഡ് ഇയർ ആയപ്പോൾ പപ്പായ്ക്ക് ഭയങ്കരമായ കടം വരിക, ലക്ഷങ്ങളുടെ കടങ്ങളാണ്. ഒരു മോർ ദാൻ 15 lakhs. അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഇയറിലായപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ തിയോളജിക്കൽ സ്റ്റഡീസ് നിർത്താം. ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റിപ്പോയി. ഇത് റോങ് ഡിസിഷനായിരുന്നു. ഞാനൊരു മകനേ ഉള്ളായിരുന്നു. എൻ്റെ പപ്പായെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു, സപ്പോർട്ട് ചെയ്യണമായിരുന്നു. എൻ്റെ മൂത്ത സിസ്റ്റർ മാത്രമേ അന്ന് മാരീഡ് ആയിട്ടുള്ളൂ. എൻ്റെ ഇളയത് 2 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ കല്യാണം കഴിക്കണം, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ സെമിനാരിയുടെ ഹോസ്റ്റലിൻ്റെ വാതിക്കൽ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്നാണ് വേദപുസ്തകത്തിലെ നമുക്കിടെ മനസ്സിൽ പെട്ടെന്ന് ഈ ടഗ് ഓഫ് വാർ ഉണ്ടാകുമ്പോൾ ഒരു സൈഡിൽ കൂടെ ദൈവം സംസാരിക്കും, ഒരു സൈഡിൽ കൂടെ സാത്താൻ സംസാരിക്കും. അപ്പോൾ എന്നോട് വേദപുസ്തകത്തിൽ നിന്നുള്ള ഒരു വാക്യമാണ് ദൈവം സംസാരിക്കുക. ഏലിയാവിന് കാക്ക വഴി അപ്പവും ഇറച്ചിയും കൊടുത്ത ദൈവം. അപ്പോൾ നമ്മൾ വേദപുസ്തകം വായിക്കുന്നുണ്ട്, കാക്ക വഴി അപ്പവും ഇറച്ചിയും കൊടുക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പം ചുമ്മാ വേദപുസ്തകം എഴുതി വെച്ചേക്കുന്ന കാര്യം, അത് നടക്കുന്നു പോകുന്നത്. എൻ്റെ മനസ്സ് പറയുക, അതൊക്കെ നടക്കാൻ പോകുന്നത് കാക്ക വഴി. കാക്ക എങ്ങനെ അപ്പവും ഇറച്ചിയും കൊടുക്കൂ? ഞാൻ ഇരിക്കുന്നത് ഒരു തെങ്ങിൻ്റെ ചോട്ടിലാണ്, കോക്കനട്ട് ട്രീ. തെങ്ങിൻ്റെ ചോട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കയ്യിലോട്ട് ഒരു ചപ്പാത്തി കഷ്ണം വന്ന് വീഴുക. അത് ഞാൻ നോക്കിയപ്പോൾ മേളിലൊരു കാക്ക ഇരിപ്പുണ്ട്. കൊച്ചു തെങ്ങ, മേളിലൊരു കാക്ക ഇരിപ്പുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്ക് ചിന്തിക്കാം, കാക്ക അപ്പം എടുത്തുകൊണ്ട് വന്നു, ഓലയെ തട്ടി താഴെ വീണു, അതായിരിക്കാം അതിൻ്റെ പുറകിലുള്ളത്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നു, ദൈവം എന്നെ വിശ്വസിപ്പിക്കുവാൻ കാണിച്ച ഒരു അടയാളമാണ്, സൈനാണ്. ആ സൈനായിട്ട് ഇന്നും ഞാൻ പലയിടത്തും ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ ടിൽ മൈ ഡെത്ത് അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചിലപ്പം കമ്മിറ്റി, ചിലപ്പം ഈ പരസ്പരമുള്ള പ്രശ്നങ്ങൾ കാണും. ഇപ്പം നിങ്ങൾ തമ്മിലൊരു വിഷയം ഉണ്ടെങ്കിൽ കമ്മിറ്റി കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുവന്നിട്ട്, ഇപ്പം നിങ്ങൾ ഒരാളിപ്പം പറയുന്ന രോഹിത് പറയുന്ന ഒരു വിഷയം, അത് ചിലപ്പോൾ നിക്കി ഇവൻ കൊണ്ടുവന്നതല്ലേ, എന്നാൽ അച്ഛൻ ആരോടാ നിൽക്കുന്നത്? നമുക്കതല്ല നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് പൊതുവായിട്ട് നന്മയ്ക്കുള്ള കാര്യമാണെങ്കിൽ ഓക്കെ, രോഹിതാണോ കൊണ്ടുവരുന്നത് നിക്കിയാണോ നമുക്കത് വിഷയമല്ല. നല്ലതാണെങ്കിൽ നമ്മൾ നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യും. അപ്പം നമ്മളെപ്പോഴും അച്ഛൻ നിലയിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുക. ജനങ്ങൾക്ക് വേണ്ട നമ്മൾ അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കത്തില്ല. ഫോഴ്സ് ഒരു കാര്യവും ചെയ്യാൻ ശ്രമിക്കത്തില്ല. അതിൻ്റെ ഫാദറിലോ ഒരു അച്ഛനായിരുന്നു, ശുഭയുടെ പപ്പ. അച്ഛനോട് പറഞ്ഞിട്ടുള്ളൊരു ഉപദേശമാണ്, ഒരു അഡ്വൈസ്. നമ്മളവിടെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പള്ളിക്ക് എന്താവശ്യമാണോ അവരുടെ കൂടെ നിൽക്കുക. നമ്മളവിടെ ചെല്ലും, അവർക്കിപ്പം പാരിഷുകൾ വേണ്ട, അല്ലെ പാഴ്സണേജ് വേണ്ട, നമ്മൾ അവരെ പിടിച്ച് പാഴ്സണേജ് പണിയാൻ നിൽക്കേണ്ട.
അവർക്ക് എന്താണോ അവരുടെ കൂടെ നിൽക്കുക, അവർക്ക് എന്ത് ആവശ്യമാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പാഴ്സണലി നമുക്കുണ്ടെങ്കിൽ നല്ലതാണ്, അതിൻ്റെ പോസിബിലിറ്റീസ് പറയുക. ദേ ആർ വില്ലിങ്, നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക. കാര്യങ്ങൾ സ്മൂത്തായിട്ട് വിട്ടുള്ളൂ. ഇനി അല്ലെങ്കിൽ നമ്മൾ പതുക്കെ വിഡ്രോ ചെയ്യുക. ഒരു സ്റ്റെപ്പ് മുമ്പ് നിൽക്കണമെങ്കിൽ മുമ്പിൽ നിൽക്കുക, വിഡ്രോയിൻ്റെ അടുത്ത് വിഡ്രോ ചെയ്യുക. ചെറിയൊരു കോൺട്രവേഴ്ഷ്യൽ പ്രശ്നം. നമ്മളിപ്പോൾ നമ്മൾ തിരുവല്ലയിലൊക്കെ പോകുന്നത് പോലെ ചങ്ങനാശ്ശേരി, കോട്ടയം ആ ഭാഗത്തോടൊക്കെ പോകുന്നത് എല്ലാ മുക്കിനും കുറേ പള്ളിയാണ് പണിയുന്നത്. എസ്പെഷ്യലി നൗ ഇഫ് വി ഗോ ടു ആലപ്പി സൈഡ്, ആ ഒരു വഴിയൊക്കെ പോകുന്നത് കുറേ മുസ്ലിം പള്ളികളാണ്. സോ വെൻ വി ലുക്ക് അറ്റ് എസ് maybe modern kids or maybe modern generation, when what is the need for so many churches, so many mosques? ഇപ്പം BJP തന്നെ വന്നു കഴിഞ്ഞിട്ട് ഒരു അമ്പലം പണിയുന്നതാണ് അവരുടെ ഒരു മെയിൻ അജണ്ട. സോ നമ്മൾ പള്ളി പണിയുന്ന നേരത്ത് സംടൈംസ് വി തിങ്ക് why can't we share it with another community? ഒരു പള്ളി തന്നെ we can share it with Orthodox also, we can share it with Catholics also, we can share it with, why do we have to, instead of our own churches, instead of constructing our own churches, we can construct it if the need, if we construct it first, but then we use it as a shared place for other communities also to come and worship. So what do you think? I mean, rather than palli paniyana better, other schools, colleges, hospitals, maybe legal aid centers. നമ്മുടെ കോടതിയിൽ തന്നെ ഇപ്പോൾ എത്രയോ കേസുകൾ ആരും ഹെൽപ്പില്ലാതെ, ലോയേഴ്സ് ഇല്ലാതെന്നാണ്. മേ ബി, ഐ മീൻ, ഈസ് അവർ ചർച്ച് തിങ്കിങ് ഓൺ ദോസ് ലൈൻസ്, വാട്ട് ഈസ് യുവർ പേഴ്സണൽ? ഇപ്പോൾ ചോദിച്ച ചോദ്യം പള്ളികളുടെ കാര്യം. സത്യത്തിൽ അതാ വേണ്ടത്. ഈ ഔട്ട്സൈഡ് കേരള നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ആരാധിച്ചു. അങ്ങനെ ഒരു പള്ളി, CNA പള്ളിയിൽ ഒരു നേരം നമ്മൾ CNA ആരാധിച്ചു കഴിയുമ്പോൾ മർത്തോമക്കാർ, അല്ലെ അടുത്ത ആഴ്ച ഓർത്തഡോക്സുകാർ. ഈ ഒരു എക്യുമെനിക്കൽ ചിന്താഗതി നമുക്ക് വേണ്ടത്. എന്നാൽ ഇന്ന് നമ്മൾ കാശായി കഴിഞ്ഞപ്പോൾ നമുക്ക് എനിക്ക് എൻ്റേത്. ശരിക്കും സമ്പത്താണ് നമ്മളെ ഈ സഹോദര ബന്ധത്തെ വേർതിരിക്കുന്നത്. ബൈബിളിൽ അബ്രഹാമിനും ലോത്ത് അബ്രഹാമിൻ്റെ സഹോദരപുത്രൻ എന്നാണ് പറയുന്നത്. ഈ അവരുടെ അന്നത്തെ ആനിമൽസൊക്കെയാണ് അന്നത്തെ ഫിനാൻഷ്യൽ ഇതെന്ന് പറയുന്നത്. അപ്പം സമ്പത്തെല്ലാം വർദ്ധിച്ചപ്പോൾ പതുക്കെ പ്രശ്നം ഉണ്ടാകുക. ഇപ്പം സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വലിയ പള്ളി, AC പള്ളികൾ, അവിടെയൊക്കെ പൈസ ഇല്ലാതെങ്കിൽ തന്നെ നമ്മൾ ഒരു പള്ളിയിൽ തന്നെ ആരാധിച്ചാൽ ഒരാഴ്ച അച്ഛൻ വന്ന് മർത്തോമയിൽ അച്ഛൻ ചിലപ്പം കുർബാന എടുക്കുന്നു. പലയിടത്തും ഇപ്പോഴും നടക്കുന്ന പള്ളികളുണ്ട്. നെക്സ്റ്റ് ആഴ്ച ഓർത്തഡോക്സിലെ ആളായിരിക്കാം. അതാ വേണ്ടത്. ഇപ്പം ഈ ഒരു ഞാൻ റിലേറ്റഡ് ടു ദ സെയിം ക്വസ്റ്റൻ, ഈ ഒരു ടൈമിൽ എവറിബഡി ഈസ് മോഡേൺ, റെസ്റ്റ് ഓഫ് ദ കൺട്രീസ് ആർ മൂവിങ് ടുവേർഡ്സ് മോഡേൺ ടെക്നോളജി, അല്ലെങ്കിൽ അങ്ങനത്തെ ഡിജിറ്റൈസേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്തുള്ള നമ്മൾ ആസ് എ സൊസൈറ്റി, മലയാളികൾ മാത്രമല്ല, മറ്റൊന്നും മാത്രമല്ല, പൊതുവെ ആസ് ഇന്ത്യൻസ് എല്ലാവരും റിലീജിയൻ ബേസ്ഡ് എന്തിനാണ് പോകുന്നത്, അല്ലെങ്കിൽ അതിനെ പറ്റി എന്തെങ്കിലും വൈ ആർ വി സ്റ്റിൽ religion, like faith, like God? What is the reason that we are so close to, or we keep this so close to our heart? ഈ നമ്മുടെ ഒരു സിംബൽസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ അടയാളങ്ങളായിട്ട് ഇപ്പം നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങൾ, വർഷിപ്പ് പ്ലേസസ് ഒക്കെ എല്ലാം രൂപപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഹിന്ദുസ് ചെയ്യുന്നു. ആക്ച്വലി ഹിന്ദു സനാതന ധർമ്മം അനുസരിച്ച് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഇതിപ്പം അവിടെയുള്ള ക്രിസ്ത്യൻസിനെ കാണിക്കാൻ വേണ്ടിയാണ് ആ അമ്പലം പണിയുന്നതെങ്കിൽ പ്രശ്നമാണ്. അവിടെയുള്ള ഹിന്ദുസിനെ ഞങ്ങൾ ഫിനാൻഷ്യലി നല്ല സൗണ്ടാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് ഒരു പള്ളി പണിയുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. അതേസമയം കർത്താവ് പറഞ്ഞ പോലെ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ് ഒരു റിലീജിയസ് ഒരു എന്താ പറയുക ഫനാറ്റിക്കായിട്ട് മാറാനാണെങ്കിൽ അത് പ്രശ്നമാണ്, അല്ലേ? നമ്മൾ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എല്ലാവർക്കും വരേണ്ടതാണ്, സർവ്വജനത്തിനും വരാനുള്ള സ്ഥലമാണ്. ഇപ്പം നമ്മൾ പണിയുന്ന അമ്പലമായാലും പള്ളിയായാലും എല്ലാവർക്കും വരാനും എല്ലാവർക്കും ആശ്വാസം കണ്ടെത്താനും സമാധാനം കണ്ടെത്താനുമാണെങ്കിൽ അതാണ് യഥാർത്ഥമായി നല്ലത്. എനിക്ക് വേണ്ടി ഞാൻ പണിതിടുകയാണെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. നമുക്ക് വേണ്ടി മാത്രമാണ്. എനിക്ക് നമ്മുടെ പള്ളിയുടെ ഇഷ്ടപ്പെട്ടു. ഇവിടെ താഴെയെങ്കിലും ചെറിയൊരു പ്രെയർ റൂം,
ചില സമയങ്ങളില്ല പലപ്പോഴും കാണാം സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി, ഇവിടെയുള്ള ഹിന്ദുസ് ഒക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം പകൽ നമ്മുടെ പള്ളി ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളൊക്കെ ആണെങ്കിൽ വരും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, താഴെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ചിലർ കൊണ്ടുവന്ന് പണമായിട്ട് വരാറുണ്ട്. ഞാൻ പറയാം അതിനകത്ത് ഇട്ടേക്കാൻ പറയും. നമുക്ക് അവിടെ ഒരു ബോക്സ് ഉണ്ട്, അപ്പം അതിനകത്ത് ഇടാൻ പറയും. ഈ നമ്മുടെ പള്ളികളും അമ്പലങ്ങളുടെയും എല്ലാ ലക്ഷ്യം പണിയുന്നത് കൊണ്ട് അതായിരിക്കണം. അല്ലാതെ നമ്മൾ കുറച്ച് നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല. ഞാൻ കണ്ട ദൈവത്തെ, എനിക്കുണ്ടായ സമാധാനം മറ്റുള്ളവരും അറിയണം. ഇല്ല, അതല്ലേ ഗോസ്പൽ എന്ന് പറയുന്നത്. ഗോസ്പൽ എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ച ദൈവം, ഞാൻ ഭക്ഷിക്കുന്ന ദൈവത്തെ അടുത്ത ആളും അറിയണം. And for example, in today's world, we see parents are in a different place compared to the children. Actually, parents are there here. I don't know where I will be seeing this. So, okay, at least my parents are okay in the around. If you see parents who are not able to take care of themselves, are in old age homes, so can you tell me about, you have experience of old age home. Our experience again, how is നമുക്ക് ചർച്ച അതിനെപ്പറ്റി ഒത്തിരി കൺസേൺഡാണ് ഈ കാലയളവിൽ. ഇപ്പോൾ പെയ്ഡ് ഹോംസ് ഉണ്ട്. നമ്മൾ ചില റിയാലിറ്റീസിനെ നമ്മൾ നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ നാളെ പ്രായമാകും, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കാണത്തില്ല. ഞാൻ ഇപ്പോഴേ അതിനൊരു മെൻ്റലി പ്രിപ്പയർഡ് ആകും. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി എന്നിട്ട് നമ്മൾക്ക് ഇളയ മോൻ വീട്ടിൽ നിൽക്കണം, പേരൻസിനെ നോക്കണം, അങ്ങനെയൊക്കെയാണ്. പണ്ട് നമുക്ക് 7, 8, 10 മക്കളൊക്കെയുള്ള നമ്മുടെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും നാട്ടിലെ. ഇപ്പോൾ അങ്ങനെയല്ല, 1, 2 പേരൊക്കെ ഉള്ളൂ. അവരെല്ലാം വന്ന് പേരൻസിനെ നോക്കണം എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആകണം. നമ്മളിപ്പോൾ അവൻ വന്ന് എന്നെ നോക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്നെ നോക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അവൻ നോക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ പ്രായമാകും, എൻ്റെ ബലം ക്ഷയിക്കും, എനിക്ക് രോഗം വരും. ഇതിനെപ്പറ്റിയൊക്കെ നമ്മളൊരു 10 വർഷം മുമ്പേ നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിറ്റി ലിവിങ് നമ്മൾ ആഗ്രഹിക്കും. ആസ് എ മലയാളി നമ്മളെല്ലാം ചിന്തിക്കും, നമ്മൾ ഈ ഫെലോഷിപ്പ് ഒത്തിരി ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ, മറ്റുള്ളവരുടെ കൂട്ടല്ല. നമ്മൾ ഒരുമിച്ച് പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ അച്ഛൻ വരിക, ഒരു പ്രായം കഴിയുമ്പം അച്ഛന്മാർ വരിക, പ്രാർത്ഥിക്കുക. നമ്മൾ കുറച്ചുകൂടെ പൈറ്റി അല്ലേ, കുറച്ചുകൂടെ റിലീജിയസ് ആ ഒരു ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നമുക്ക് ജീവിക്കാനായിട്ട് സഭ ഇപ്പം ചെയ്തിട്ടുള്ളത്, പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് ഹോമിൽ താമസിച്ച് അവിടെ ഒരു അച്ഛൻ കാണും, അല്ലെങ്കിൽ ആഴ്ചയിൽ കുർബാന കാണും. അവിടെ ചിലപ്പം ഹൈദരാബാദുകാരൻ കാണും, ബോംബെക്കാരൻ കാണും, കേരളത്തിൽ നിന്നുള്ള ആൾ കാണും, പലരായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ള ആരോഗ്യം അത് ഒരുമിച്ചിരുന്ന് ജീവിക്കാൻ നോക്കും. അതേസമയം നമ്മൾ നാട്ടിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ലോൺലി പ്ലേസിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് ആരും കയറാനുമില്ല വരാനുമില്ല, അവിടെ കാണാൻ ഉരുണ്ട് വീണ് കിടന്നു കഴിഞ്ഞാൽ ആരും അറിയത്തുമില്ല, മരിച്ചാൽ പോലും ആരും അറിയത്തില്ല, വലിയ വീടും പണിത് ഇരിക്കുക. ഞാൻ പറയും, നമ്മൾ മലയാളികളാണ് ഏറ്റവും മണ്ടന്മാർ. ഈ തമിഴന്മാരും കന്നഡ തെലുങ്കരെയൊക്കെ നോക്കണം, അവർ 10 സെൻറ്റ് സ്ഥലത്തിനകത്ത് അപ്പാർട്ട്മെൻറ്റ്സ് പണിത് അവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. നമ്മൾ 10 ഏക്കർ സ്ഥലത്തിനകത്ത് ഒരു വീട് പണിതിട്ട് നമ്മൾ അവിടെ താമസിച്ചിട്ട് നമ്മൾ വലിയ മതിലും പണിതിട്ട് പറയാം പിള്ളേർ വന്ന് നോക്കുന്ന ആരുമില്ല, അച്ഛൻ വരുന്നില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. നമ്മുടെ ഈ വീടിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ മാറണം. നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലും 5 സെൻറ്റ് മതി, 5 സെൻറ്റിനകത്ത് വീട് വെച്ച് ഒരുമിച്ച് അടുത്തടുത്ത് താമസിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ ലോൺലിനെസ് മാറിക്കിട്ടും. ഇതതില്ല. നമ്മളെപ്പോഴും ഈ സെൽഫിഷ് ആയതുകൊണ്ടായിരിക്കാം മലയാളി കമ്മ്യൂണിറ്റി, ജനറലൈസ് ചെയ്ത് പറയുകയല്ല, എന്നാൽ തന്നെ കുറേയൊക്കെ നമ്മൾ സെൽഫിഷ്. നമ്മളിങ്ങനെ ആരും വരല്ല, നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ 10 ഏക്കറിനകത്ത് വീട് പണിയുമ്പോൾ ഇത് മതിൽ പണിത് കഴിഞ്ഞാൽ ഒത്തിനും കയറത്തില്ലല്ലോ, പിന്നെ നമ്മൾ വയസ്സാങ്കാലത്തിനും ദുഃഖിക്കുക, ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ആരെ കുറ്റം പറഞ്ഞു, വലിയ ഗേറ്റും വെക്കും, ആരും വരത്തില്ല. How has fatherhood changed you? I mean, after you became a father, how has life changed you? റെസ്പോൺസിബിലിറ്റി കൂടി. പിന്നെ നമ്മളൊരു പേരൻ്റ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ ഒരു പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതും
നമുക്ക് കിട്ടിയ ഒരു കെയർ, നമുക്ക് കിട്ടിയ ഒരു ലവ്, അതിനെപ്പറ്റി നമ്മൾ വാല്യൂ ഇടുന്നത് ആ സമയത്താണ്. എൻ്റെ മോൻ പോയിട്ടൊന്ന് വീണിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അവൻ കാല് പൊട്ടി വരുമ്പോൾ ഞാൻ അറിയുന്നടാ എൻ്റെ പപ്പ അന്ന് എന്നെ എങ്ങനെ ചേർത്ത് പിടിച്ചത്. അന്നേരം എനിക്ക് വിഷയമല്ലായിരുന്നു. ഒരു പേരൻ്റായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സ്നേഹം കുറച്ചുകൂടി ഞാൻ അനുഭവിച്ച സ്നേഹത്തെ പറ്റി ഞാൻ അറിയുന്നത്. How has she influenced your work? What's her role in your life? ഞാൻ എന്നെ ഒത്തിരി തിരുത്താറുണ്ട് പല കാര്യങ്ങളിലും. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഒരു പ്രസംഗം ഇവാലുവേറ്റ് ചെയ്ത് പറയും. പോയിന്റ്സ് ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ പറയും. ചുമ്മാ ബ്ലാ അടിച്ച ഒന്ന് പറയും, ഇന്നത്തെ പ്രസംഗം കൊള്ളത്തില്ലായിരുന്നു, ഇന്നെന്നെ നോക്കിയില്ലേ എന്നൊക്കെ ചോദിക്കും. അതിലൊക്കെ ഉപരി ഞാൻ ഈ ചെറിയ കള്ളമൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ചിന്ത ചെറിയ കള്ളം പറഞ്ഞിട്ടൊന്നും കുഴപ്പമില്ലെന്നായിരുന്നു. പക്ഷേ സുബയുടെ ഇൻഫ്ലുവൻസ് ആണ് എനിക്ക്. ഞാൻ എല്ലാ സത്യവും വിളിച്ചു പറയത്തില്ല. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നോട് കോൺഫിഡൻഷ്യലായിട്ടൊരു കാര്യം പറഞ്ഞു, ഞാനത് കോൺഫിഡൻഷ്യലായിട്ട് തന്നെ വെക്കും. പിന്നെ ചിലപ്പം എവിടെയെങ്കിലും പ്രസംഗത്തിൽ ചിലപ്പം ഈ ഇതൊക്കെ മാറ്റി ചെറുതായിട്ട് തന്നെ ആ ഇൻസിഡൻറ്റ് അവിടെ പറഞ്ഞാൽ ആ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ പേരും ഇതൊന്നും പറഞ്ഞല്ല, മൊത്തത്തിലൊരു അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് മാറ്റി പറയും. പക്ഷേ ഞാൻ പിന്നെ കള്ളം പറയത്തില്ല, പറയുന്നത് സത്യം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ലെറ്റ് യുവർ എസ് ബി എസ് ആൻഡ് നോ ബി നോ എന്ന് പറയാൻ നോ. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ പറയുന്നത് എന്നാൽ എല്ലാ സത്യവും വിളിച്ചു പറയില്ല, പറയുന്നത് സത്യമായിരിക്കണം. അത് ഞാൻ ശുഭയിൽ നിന്ന് പഠിച്ചത്. ഞാൻ ചെറിയ തമാശ പോലും ശുഭ കള്ളം പറയത്തില്ല. നമ്മൾ തമാശ പോലും ചിലപ്പം കള്ളം പറയും അത് ശരിയല്ല, അങ്ങനെ തമാശ പോലും പറയില്ലെന്നാ. क्या पता हमने कहानियां हैं कहानी में हम कभी कभी जो ये आधी लगती है आधी लिख दे तू आधी रह जाने दे जिंदगी है जैसे बारिशों का पानी आधी भर दे तू आधी बह जाने दे हम समंदर का एक खतरा है यार समंदर है हम